ഹലോ നമസ്കാരം, ഞാൻ മെറിൻ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും വെറുതെ കളയുന്ന ടേപ്പ് റോൾ യൂസ് ചെയ്തിട്ടൊരു അടിപൊളി റീയൂസ് ഐഡിയ ആണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ടേപ്പ് റോൾ ആണ് വേണ്ടുന്നത്. നെക്സ്റ്റ് നമുക്ക് പല കളറിലെ റിബൺസ് ആണ് വേണ്ടത്. ഞാനിപ്പം എൻ്റെ കയ്യിൽ കുറേ റിബൺസ് ഉണ്ടായതുകൊണ്ട് ഞാൻ റെയിൻബോ കളറിലാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിൽ ഇത്രയും കളേഴ്സിൻ്റെ റിബൺസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സിംഗിൾ കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നാലും നല്ല ഭംഗി തന്നെ ആയിരിക്കും. അപ്പോൾ ഈ സാറ്റിൻ റിബൺ നമുക്ക് ഇതിലേക്ക് റോൾ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗ്ലൂ ഗണ്ണ് ബാക്കിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ടേപ്പ് റോൾ കംപ്ലീറ്റ് നമ്മൾ ഈ റെയിൻബോയിൻ്റെ ഓരോരോ കളേഴ്സായിട്ട് നമ്മൾ മൊത്തം ഫിൽ ചെയ്ത് കൊടുക്കണം. ഒട്ടും ഗ്യാപ്പ് കാണാത്ത രീതിയിൽ വേണം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ റിങ് റെഡിയായി. നമ്മൾ എല്ലാ കളറിൻ്റെ സാറ്റിൻ റിബണും ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് റോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഹാങ്ങിങ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ റെയിൻബോ കളേഴ്സിൻ്റെ തന്നെ കളേർഡ് പേപ്പറാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് വെച്ച് നമ്മൾ ഫെദേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് അധികമൊന്നും വേണ്ട. നമ്മൾ റിങ് ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ ഫെദേഴ്സ് ഉണ്ടാക്കുമ്പോഴും അതും ചെറുതായിരിക്കണം. ഇത്ര ഒരു വിഡ്ത്ത് മതിയാവും നമുക്ക് ഫെദേഴ്സ് ഉണ്ടാക്കുന്നതിന്. അപ്പോൾ അത് ജസ്റ്റ് കീറിയെടുക്കുക. അത് 2 ഈക്വൽ ഹാഫ്സ് ആക്കിയിട്ട് നമ്മൾ ലീഫ് കട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ ഫെദേഴ്സും കട്ട് ചെയ്യുന്നത്. ഇനി ജസ്റ്റ് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. നമ്മളുടെ ഫെദർ ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രാഫ്റ്റ് വെയർ ആണ് യൂസ് ചെയ്യുന്നത്. അത് ഇതിൻ്റെ ഈ ഒരു ലെങ്ത്തിൽ നമ്മൾ മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതായ ക്രാഫ്റ്റ് വെയർ ഇതിൻ്റെ സെൻറ്ററിലേക്ക് വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ മേളത്തെ ഭാഗവും ഫോൾഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞു. ഒട്ടിച്ചപ്പോഴത്തേക്ക് നമുക്കൊരു സെൻറ്ററിലൊരു ലൈൻ കിട്ടും. അപ്പോൾ ഇത് നോക്കുമ്പം ഈ ഒരു ഭാഗത്ത് കുറച്ച് ഏരിയ കൂടുതലാണ്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ഷേപ്പിന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മളുടെ ഫെദറിൻ്റെ സൈഡ് ഇരിക്കുന്നത് പോലെ ജസ്റ്റ് ഇങ്ങനെ ഡയഗണലായിട്ട് സിസർ വെച്ചിട്ട് കട്ട് ചെയ്യുക. നമ്മൾ എവിടെയാണോ ആ വയർ ഒട്ടിച്ചേക്കുന്നത് അവിടെ വരെ കട്ട് ചെയ്യണം.
ഇതേപോലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന എല്ലാ കളർഡ് പേപ്പേഴ്സും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ റെയിൻബോ കളേഴ്സിൻ്റെ 7 കളേഴ്സിൽ നമ്മൾ ഫെദേഴ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഹാങ്ങിങ്ങിൽ നമ്മൾ ത്രെഡ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഹാങ്ങിങ്ങിനുള്ള ത്രെഡ് നമ്മൾ കണക്ട് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പൈപ്പിംഗ് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ത്രെഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടുമ്പോൾ ചുരുളക്കം ഒന്നും വരാത്ത രീതിയിലുള്ള ത്രെഡായിരിക്കണം. നമുക്ക് ട്വൈൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ വൂളൊക്കെ ആകുമ്പോഴത്തേക്ക് അത് ചുരുണ്ടുകൂടിയിരിക്കും. അപ്പം കുറച്ച് കട്ടിയുള്ള ഇതുപോലത്തെ ത്രെഡ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ത്രെഡ് ഈ ഒരു അളവിനാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇതിൻ്റെ നീളം ഇത്ര ഒരു നീളമാണ് എടുത്തേക്കുന്നത്. അടുത്തതിൻ്റെ അതിനേക്കായി കുറച്ചുകൂടെ നീളം കൂടിയിട്ടാണ്. ഇതേ രീതിയിൽ ബാക്കിയുള്ളതിൻ്റെയും കൂടെ നമുക്ക് 7 ത്രെഡ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 7 ത്രെഡ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഓരോരോ ലെങ്ത്തായിട്ട്. ഈ ഓരോ ത്രെഡിൻ്റെ അകത്ത് നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ എല്ലാ ത്രെഡിൻ്റെ അകത്തും ബീഡ്സ് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഫെദർ ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ട് ഞാൻ കുറച്ച് ഹാർട്ട്സും കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ മേളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാത്തിനകത്തും ഹാർട്ട്സ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഈ റിങ്ങിൻ്റെ അകത്ത് നമ്മളിതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗ്ലൂഗൺ യൂസ് ചെയ്ത് തന്നെയാണ് ഒട്ടിക്കുന്നത്. ഇളകി പോവാതിരിക്കാൻ നല്ല കട്ടിക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇത് മേളിൽ നമ്മൾ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഈക്വൽ ആയിട്ടുള്ള ത്രെഡാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അത് നമ്മൾ ഇങ്ങനെയുമായിട്ട് 2 ത്രെഡ് ഒട്ടിച്ചു കൊടുക്കണം. ഈ 2 ത്രെഡിൻ്റെ അകത്തൂടെ നമ്മൾ വേറൊരു ത്രെഡും കുറച്ച് നീളത്തിൽ ത്രെഡ് എടുക്കുക. അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ 2 നമ്മളിപ്പം കണക്ട് ചെയ്ത് 2 ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് നോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എവിടെയാണോ നമുക്ക് ഹാങ് ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് ഹാങ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ നമ്മൾ ഈ കാറ്റൊക്കെ തട്ടുമ്പോഴത്തേക്ക് നല്ലതുപോലെ നല്ല സർക്കുലറായിട്ട് കറങ്ങും.
അപ്പോൾ നമ്മുടെ വാൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയാണ് കാണാൻ. അപ്പോൾ ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർട്ട്സും കട്ട് ചെയ്ത് ഒട്ടിക്കാം. എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജിലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അവിടെയും നിങ്ങൾക്ക് എൻ്റെ വർക്ക്സിൻ്റെ അപ്ഡേറ്റ്സ് കാണാവുന്നതാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.